ഹായ് ചെങ്ങന്മാരെല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചെങ്ങന്മാരെ ഇന്നലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഇന്ന് രാവിലെ എണീക്കണത് തന്നെ 10 മണിക്കാണ്. അതെ, എന്താ പറയാ, വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. ഞങ്ങള് ഇന്നലെ ഒരാളെ കണ്ടു. അത് ഞാൻ ഇന്നലെ രാത്രി ആയതുകൊണ്ട് പിന്നെ ഞങ്ങളോട് പറഞ്ഞില്ല. ഞങ്ങൾക്ക് ഒന്നില്ല, ഉറക്കിന്റെ മൂഡ് ഞങ്ങൾക്ക് എത്തിക്കണേ. ഇന്നലെ ഞങ്ങളൊരാളെ കണ്ടു. ഒരാളെ കാണുന്ന പറഞ്ഞാണ്ടില്ല ആ കോടേ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലൂടെ ഒരാള് ഞങ്ങൾ ഓപ്പോസിറ്റ് വന്നു. ഞാൻ കുക്കിനോട് കുക്കോ പാഞ്ഞോടാറു കുക്കു ഞാനൊരു റോഡ് അത് ഈ സൈഡിൽ കൂടെ നടന്നു പോയിരുന്നു. ഞങ്ങൾ ആ സൈഡിക്ക് ഹൈവേന്ന് പാഞ്ഞ അപ്പുറത്ത് പോയി. വണ്ടികളൊന്നുമില്ല, ആ നേരമല്ലേ. പക്ഷേ നല്ല കോടയാണ്. അവിടെ പറയുകയാണെങ്കിൽ ഈ ആളെ കണ്ടു കഴിഞ്ഞിട്ട് എന്താ ഞാൻ കുക്കിനോട് പറഞ്ഞു ആ ആൾക്ക് തലല്ല. കുക്കു പറഞ്ഞോട് തലുണ്ട്. കുക്കുവിൻ്റെ മുന്നിൽ ഞാനാണ് നടക്കണത് കേട്ടോ. അതിൽ ഞാൻ ചോദിച്ചു അവനോട് കോളർ ഉണ്ട്, അയാൾക്ക് ചോദിച്ചു ഷർട്ടിന് കോളർ ഉണ്ട് ചോദിച്ചു. അതായത് ഇങ്ങനെയാണ് അതിന്റെ തുണിക്കണത്, ഇങ്ങനെ ഇത്രക്കും ഉണ്ട് അതിൻ്റെ അങ്ങനെയൊക്കെയാണ്. ഇത്ര ഉണ്ട്, ശരിക്കും കാണില്ല. പക്ഷെ ആ നേരത്തെ ഒരു ലൈറ്റ് പോലും ഇല്ലാതെ അദ്ദേഹം ഒറ്റയ്ക്ക് നടന്നു പോവാണ്. ഞാൻ അദ്ദേഹത്തിന്റെ തല കണ്ടിട്ടില്ല. ഞാൻ ടോനോട് പറഞ്ഞു അയാൾക്ക് തലല്ല, അയാൾ തലല്ലാത്ത ആരോ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ നമ്മളതിന് കിട്ടിയില്ല. അപ്പത്തേക്ക് നമ്മൾ പാഞ്ഞ് തടിയെടുത്തു. നമ്മുടെ ഏറ്റവും വലിയ ആയുധമാണ് ഓട്ടം. അതെ, ഞങ്ങൾ ഇന്നലെ പാഞ്ഞിട്ട് ഇങ്ങോട്ട് പറയുകയാണെ ആ ഊക്കിൽ കുറച്ച് ദൂരം ഓടാൻ വേണ്ടി പറ്റും അല്ലേ. അത് ആ വാടത്തെ ദാപണ്ടാകുന്ന കഴിച്ചില്ല കേട്ടോ. ഏതായാലും ഞങ്ങൾ ഇറങ്ങണം. വണ്ടി ആ രാവിലെ തന്നെ ബെൽറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. ബെൽറ്റ് ഒന്നും ഇപ്പം നിങ്ങളെ കാണിക്കേണ്ടെന്ന് കരുതി. കാരണം എല്ലാ പ്രാവശ്യവും ഡൈനാമോൻ്റെ പ്രശ്നവും ഒക്കെ ആയിട്ട് ഈ ബെൽറ്റ് മുറുക്കുന്നതൊക്കെ കാണിക്കുന്നില്ല. അപ്പോൾ അവിടെ ഇപ്പം എത്ര പ്രത്യേകിച്ച് വേണ്ടൊന്നുമില്ല, അതൊന്നും ഇടാൻ തന്നെ ഉള്ളൂ. അതിട്ടു. ഇപ്പം ഇറങ്ങണം. പമ്പന്ന് വെള്ളം എടുത്തു. ചായ കുടിച്ചില്ല. പോണേക്ക് ചായ കുടിക്കണം. നമ്മുടെ ലക്ഷ്യം വിശാഖപട്ടണത്തേക്ക് അപ്പുറം. വിശാഖപട്ടണത്തേക്ക് ഒരു 200 കിലോമീറ്ററാണ്. അതിനും അപ്പുറത്തേക്ക് പോകണം എന്നാണ് കരുതുന്നത്. നടക്കുമെന്തോ അറിയില്ല. 10-11 അപ്പോൾ പോയേക്കല്ലടാ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാൻ നമുക്ക് തന്നെ മറക്കരുത്. യാത്ര അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന വീഡിയോകളാണത്. നമ്മളുടെ ഒരുപാട് എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. വീഡിയോകളൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് കരുതുന്നു. എല്ലാം നമുക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ എന്താ പറയുക അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഇല്ല ഇനി തീർച്ചയായും പോകുന്ന വഴിയിൽ കണ്ടൊരു ധാബയാണ്. ഞങ്ങൾ കുറച്ച് ദൂരം പോകുന്നു, ഒരു 5 കിലോമീറ്റർ പോകും. അപ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ട് അരുവി തപ്പി നടന്നിട്ട് കാര്യമില്ല. കുളിക്കണം. ബക്കറ്റ് സോപ്പ് കൊടുത്തില്ലേ? കുളിക്കല്ലേ. കുളി കഴിഞ്ഞാലൊരു സമാധാനം, സുഖസുന്ദരമായിട്ട് ഭക്ഷണം കഴിക്കണം. രാവിലെ നേരം വരെ ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ 11 മണി കഴിയും. 11:30 ആകുമ്പോഴത്തേക്കും കുളിയാണ് കേട്ടോ. അരമണിക്കൂർ കുളിച്ചാൽ മതി. ഓരോ ഇങ്ങനത്തെ വെള്ളം കിട്ടി കഴിഞ്ഞാൽ നല്ല കുളിക്കും. ഇവിടെ ചൂടും കൂടി ആയതുകൊണ്ട് വെള്ളം അങ്ങനെ മരിച്ചു പോകും. എന്നാൽ ഞങ്ങൾ കുളി കഴിഞ്ഞ് വരട്ടെ. ഓക്കെ, നല്ലൊരു കുളി കഴിഞ്ഞു. അധികം ടൈമൊന്നും നിർത്തിയില്ല. ആ കാറ്റ് ചെറിയ സങ്കടമുണ്ട്. കുളി കഴിഞ്ഞപ്പോൾ ഉറക്കിയിട്ടുണ്ടായിട്ട് അതെ ഒരു മന്ദപ്പ് കുളി കഴിഞ്ഞപ്പോൾ. പിന്നെ ഞങ്ങളിവിടെ ഓർഡർ ചെയ്ത് ചോറാണ്, ചാവൽ. അവിടെ അതിൻ്റെ അടിയിൽ വറ്റുണ്ട്. തട്ടോജ് എന്തിനല്ലെങ്കിൽ ഇത് ഇതിൽ വെക്കണല്ലേ. മാത്രം മതി. അപ്പോൾ അതെ. പിന്നെ അതിലേക്കൊരു പപ്പടമുണ്ട്, മുളകുണ്ട്. ഇത് ഇവരുടെ സൈഡ് ഡിഷാണ് ഇതൊക്കെ. ഉള്ളി, നാരങ്ങ, പപ്പടമൊക്കെ ഒരു പപ്പടം കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഇത്രയും വലിയ പപ്പടം കണ്ടാൽ ഗുരുവായൂർ പപ്പടമാണോ പറയും അല്ലേ. പിന്നെ കഴിച്ചു ബെസ്റ്റല്ലേ. ഇതൊക്കെ എന്തൊക്കെ ഉപ്പേരികൾ കുറേ ഐറ്റംസ് ഉണ്ട്. ഇത് പനീറാ അല്ലല്ലോ. ഇതെന്താണ്? ഇതെന്താ തേങ്ങ? പിന്നെ ഇതൊരു എന്തോ ഒരു മുട്ട കറി അല്ലേ. ഞങ്ങൾ ഇനി 2 ആംപ്ലേറ്റ് കൂടിയും പറഞ്ഞേക്കണം. ആംപ്ലേറ്റ് കൂടിയും വന്നിട്ട് ഇത് കഴിച്ചിട്ട് നമുക്ക് ഉഷാറായിട്ട് പോകും. ടേസ്റ്റ് നോക്കാനൊന്നും ഇല്ല, ഉള്ള ടേസ്റ്റ് അടിപൊളിയായിരിക്കും. അല്ലേ, അടിപൊളിയല്ലേ. കറിക്കോ? ഉപ്പിട. നമ്മൾ സാധാരണ തണുപ്പിലായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ എങ്ങനെയും വെക്കാമായിരുന്നു. പക്ഷേ എങ്കിൽ ഇപ്പം പറ്റൂല. ഇന്നലെ കെട്ടിച്ചിട്ട് പോയില്ലേ? ഇന്നലെ കെട്ടിച്ച വണ്ടീൻ്റെ കൂടെ പോയി. ഞാൻ ആകെല്ല എണ്ണയാണ് അത്. ഇല്ലേ, നമുക്കൊരു 2-3 ദിവസത്തിന് നിൽക്കാനുള്ള എണ്ണയൊക്കെ ഉണ്ട്. അത്ര വലിയ ഉപയോഗമൊന്നും ഉണ്ടാവില്ലല്ലോ. അതിൻ്റെ ഉള്ളിൽ ഇനിയും ഉണ്ടാവും കേട്ടോ പാക്കറ്റിൽ ഉണ്ടെങ്കിൽ. ഇനിയും വരും. ഓറഞ്ചി NH16 തന്നെയാണ് നമ്മളിപ്പോഴും. നമുക്കൊരു 77 കിലോമീറ്റർ എന്തായാലും ഈ റോഡ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഈ റോഡ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഹൈവേ ഇങ്ങനെ മാറിയിട്ടാലോ.
ഏതായാലും ആന്ധ്രയിലൂടെ കയറിയപ്പോ തന്നെ നല്ല ചൂടായില്ലേ. പിന്നെ ചൂടറിയും ഇവിടെ ഇപ്പൊ തന്നെ ഇത്ര ചൂടുണ്ടെങ്കിൽ അപ്പൊ ഇവരുടെയൊക്കെ വേനൽക്കാലം, അതായത് വേനൽക്കാലത്തിന്റെ നടുവൊക്കെ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചൂടായിക്കാലം ഇവിടെ. ആ വെള്ളം കുളിച്ചപ്പോ വെള്ളം നമ്മള് മറ്റേ നോർത്ത് ഈസ്റ്റിൽ കുളിച്ചപ്പോ അങ്ങനെ അല്ലായിരുന്നു. അതായത് വെള്ളം മേത്ത് അത് കുളി ഒന്ന് ബാങ്ക് കഴിഞ്ഞിട്ടിക്കണെങ്കിൽ ഇത് കുളി കഴിയാൻ നിർത്താൻ തന്നെ തോന്നണില്ല. വെള്ളം നല്ല സുഖം. ഏതായാലും പിന്നെ നമ്മൾക്ക് കുറച്ചു നേരം വിട്ടോക്കാം, കാരണം ഇന്ന് തീരെ ഓടിയില്ലേ. പിന്നെ അത് മാത്രല്ല നമുക്ക് വിശാഖപട്ടണം എത്തണമെന്നുണ്ട്. വിശാഖപട്ടണം കഴിയണമെന്നുണ്ട്. അത്രയെങ്കിലും ഓടണ്ട, ഒരു 200 കിലോമീറ്റർ ഓടണം. ടൈം ഉണ്ട് ഇവിടെ. പിന്നെ സൂര്യാസ്തമയം നേരത്തെ ഒന്നല്ലല്ലോ. മനോഹരമായിട്ടുള്ള ആന്ധ്രയുടെ കാഴ്ചകൾ കണ്ടാക്കാൻ ആന്ധ്രയിൽ തന്നെ ഇപ്പൊ കൃഷിയൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് തുടക്കത്തിലായി. ഇന്നലെ ശരിക്കും നമുക്ക് ഈ ഒരു പ്രശ്നമില്ലെങ്കിൽ നമ്മൾ ഇവിടെ കഴിഞ്ഞു പോയാൽ പിന്നെ നമ്മള് ഒരു 3 മണിക്കൊക്കെ അല്ല സംഭവം, 3 മണിക്ക് സംഭവിക്കും. അപ്പൊ പിന്നെ വീണ്ടും 3 മണിക്കൂർ റണ്ണിങ് നമുക്ക് ടൈം ഉണ്ട്. ഇപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും കാറ്റിന് വേണ്ടി നിർത്തിയാലും 2 മണിക്കൂർ റണ്ണിങ്ങിന് ടൈം ഉണ്ട് കിട്ടിക്കോ. എത്രയോ ദൂരം നമുക്ക് പോകാൻ വേണ്ടി പറ്റിയത് പറഞ്ഞിട്ട് കാര്യമല്ല. അങ്ങനെയൊക്കെ ഉണ്ടാവും യാത്രയല്ലേ. പാസ് എത്തി മക്കളെ, ടോൾ പാസ്. ഇനി ഇവിടുന്ന് 2-3 കിലോമീറ്റർ കഴിഞ്ഞാൽ അടുത്ത ടോൾ പാസ് ആയി. അങ്ങനെ തോന്നാ നമുക്കത്. കാരണം എന്താ വെച്ചാല് നമ്മൾ പെട്ടെന്ന് ഹൈവേ ആയതുകൊണ്ട് പെട്ടെന്ന് എത്തുകയാണ്. 10 മണിക്ക് ടോൾ പ്ലാസ കാണുമ്പോ എനിക്ക് ഇഷ്ടമാണ്. ഇത്രയും കിലോമീറ്റർ പോന്നല്ലോ എന്നൊരു തോന്നല. 150, 160 അല്ലേ? എത്ര മെസ്സേജ് വരണം. അങ്ങനെ ആ ലെവലിലാണ് വരണ്ടേ. 120, 110. ചിലപ്പോ അത്ര ഉണ്ടാവില്ല, ചിലപ്പോ 70 ഉണ്ടാവുള്ളൂ. ടോൾ പാസ് കഴിഞ്ഞതിന് മുന്നേട്ടോ. കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഏരിയ ഉണ്ടാവും വണ്ടി എടുക്കാനും പാർക്ക് ചെയ്യാനും. മെസ്സേജ് വന്നില്ല, എന്തെങ്കിലും പറഞ്ഞുതരാം. നല്ല ഈ സമയത്തൊക്കെ ഞങ്ങൾ നടക്കണം. ഈ സമയത്തല്ല, രാത്രി ഈ സമയം നടക്കാൻ പോകും. രാത്രി സമയത്ത് അത് ശരിയാ. അമ്പലമാണ്, അമ്പലം കഴിഞ്ഞിട്ടാണ്. അമ്പലമാണ് ആലമുകളിലൊരു അമ്പലമുണ്ട് മണികണ്ഠനുള്ളില്. ഇപ്പൊ ഇന്നലൊക്കെ നടന്ന് ഞങ്ങൾ ഇവിടെ സമയമുണ്ട്. പിന്നെ എത്തിയോ ഇല്ല, കുറച്ചും കൂടി ദൂരം പറഞ്ഞില്ലേ. കാലിന്റെ അടി കടയ, കാലിന് നേരെ നാളെക്കും കൂടി ഉണ്ടായിരുന്നു നന്നായി. കോട്ട തലമുടിയൊക്കെ ആകെ നനഞ്ഞു മഞ്ഞുകൊണ്ട് വന്ന് തല ഓർത്തേക്കാണ്. അതിന്റെ ഇടയിൽ കൂടെ ഓട്ടം, അതിനിടെ കൂടെ പേടിപ്പിച്ചു. വണ്ടികളെ കാണുന്നില്ല, വണ്ടികൾക്ക് ഞങ്ങളെ കാണൂല. ഏത് നിമിഷം എന്ത് സംഭവിക്കാം. പിന്നെ വേറൊരു കേസ് പറയാനുള്ളതറിയോ, നമ്മളെ രാത്രിയില് പോലീസുകാരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രശ്നം നമുക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത്രയും കിലോമീറ്റർ, അത്രയും മണിക്കൂർ നമ്മൾ റോഡിലൂടെ നടന്ന് ആരും നമ്മളോട് ഒരു ചോദ്യം ചോദിച്ചു. അതായത് എന്താ ഹൈവേന്റെ ടീം നിങ്ങൾ എവിടുന്ന എന്താ എങ്ങനെയാണ് അവരെങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഓക്കെ സൂക്ഷിച്ചു പോകണ്ടോ. ആറാമത്തെ പറഞ്ഞു സൂക്ഷിച്ചു പോകണം എന്ന് എനിക്കറിയാം അവര് പറഞ്ഞു. അങ്ങനെ ഉള്ളൊരു സംഭവം മാത്രം. അത് തന്നെ വണ്ടിന്റെ അടുത്ത് എത്താനായപ്പോ അല്ലാത്തൊരു വിഷയം ഞങ്ങൾക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഇന്നത്തെ ഇവിടെ നമ്മൾ കണ്ടാണല്ലോ. അതുപോലെ നൈറ്റ് നമ്മൾ ഓടുന്നുണ്ട് കർണാടക നൈറ്റ് നിർത്തോളാം. കർണാടകനെ കുറിച്ചും ഒരുപാട് കംപ്ലൈന്റ് കേൾക്കുന്നുണ്ട്. അത്തരത്തിൽ നൈറ്റ് ഒരു വിഷയം നമ്മൾക്ക് നേരിടാൻ പറ്റുമോ നമുക്ക് നോക്കണമല്ലോ. അല്ലടാ നോക്കാം. ഈ വണ്ടിന്റെ ലോഡ് ഉണ്ട് ഞങ്ങള് എത്രങ്ങാനത് പുറത്തേക്ക് തള്ളിക്കണാറ്. 2 സൈഡ് 2 അടി വെച്ച് പുറത്തേക്ക് തള്ളിക്കുവാണ്. ഇതൊക്കെ ടോൾ പാസിന്റെ ഉള്ളിൽ കൂടെ കൊള്ളുവോ? ഇങ്ങനെ കഴിഞ്ഞ യാത്രക്കില്ലേ ഒരു റിങ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇത് നാഗാലാൻഡ് വണ്ടികളാണ് അധികം ഇത്തരം ലോഡുകൾ കൊണ്ടുപോകണം നമ്മൾ കാണാറ്. ഇത് എന്ത് സാധനം അറിയില്ല. നമ്മൾ ഇന്നലെ കണ്ടായിരുന്നുണ്ട്. ആ വണ്ടി തന്നെയാണോ ഡൗട്ട് ഉണ്ടെങ്കിൽ മൂപ്പര് തന്നെ എവിടെയെങ്കിലൊക്കെ ഒതുങ്ങി കൂടിയൊക്കെ ലോഡ് ചെയ്തിട്ട് ഓരോ വണ്ടിയിൽ പോണ സാധനങ്ങൾ കണ്ടാൽ തന്നെ
അത്ഭുതമാണ്. അതായത് സാധനങ്ങളല്ലേ ഈ വണ്ടി ആക്കണ ക്രിസ്മസ് അപ്പൂപ്പന്റെ മാതിരി ആകെ വീർത്ത് പോകും. മൊത്തത്തില് സാധനം എന്താ നെല്ലാണ് നെല്ലാണല്ലേ. ഒരു ട്രാക്ടർ നിറച്ചില്ലേ നെല്ല. കൊയ്ത്ത് കഴിഞ്ഞ സമയല്ലേ കൊറേ കാണാൻ വേണ്ടി പറ്റി. ഒന്നാക്കൊന്ന് കാണിച്ചേ. രാത്രി ഇതേപോലെ തന്നെ പെട്രോൾ പമ്പ് കണ്ടു, അലുവോട് കണ്ടു. 1 കിലോമീറ്റർ കഴിഞ്ഞാ നമ്മള് വണ്ടിന്റെ സ്ഥലത്തില്ലേ. അതുപോലാണ് ടോൾ പാസിന്റെ അവസ്ഥ. അത് കഴിഞ്ഞു പോകണം നമുക്ക് അതിലെത്താം. അതുപോലെ ആണ് അറിയേ പെട്രോൾ പമ്പ് ടോൾ പാസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിനം രാത്രിയത്തെ വെച്ചപ്പോ ഇന്നത്തെ നമ്മുടെ 2ാമത്തെ ടോൾ പാസ് കേട്ടോ നമ്മള് കയറാൻ വേണ്ടി പോണത്. ഒരു ടോൾ പാസ് എത്രയാണ് അതിന്റെ ഡിസ്റ്റൻസ് കയറില്ല, 40, 50, 60 എത്ര കിലോമീറ്റർ അല്ലേ. അപ്പൊ അത്രയും താണ്ടി നമ്മള് നോൺ സ്റ്റോപ്പ് റണ്ണിങ് അടുത്ത ടോൾ പാസിലേക്ക് എത്തിയിട്ട് ഒഴിഞ്ഞ കൗണ്ടർ ഏതാ, ഒഴിഞ്ഞതില് കൊയ്യാം. അങ്ങോട്ടേക്ക് വണ്ടി ഇല്ല. ഓട്ടോറിക്ഷ തലക്ക് കൂടെ പോകുന്നത് ആ ബൈക്ക് പോണതില്. ഓട്ടോറിക്ഷ നല്ല സുഖമാണ്, പൈസ കൊടുക്കേണ്ടി. ഇവിടെ നല്ല ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ വണ്ടികൾക്ക് ഒരേ സമയം പോകാൻ വേണ്ടി പറ്റും. ഇവിടെ എന്താ ക്യാഷാ ഞാൻ വാങ്ങിട്ട് വാങ്ങാൻ പറഞ്ഞാണ്. അപ്പൊ വാങ്ങിയില്ല. എന്നിട്ട് പഴയതിന്റെ ഇത് പൊട്ടിയേക്കാം, എന്നിട്ട് ഉപയോഗിച്ചു. അപ്പൊ അതൊന്ന് വാങ്ങിയത് നിർത്തിയതാണ്. ഞാൻ അതിട്ട് വരുന്ന നോക്കാലോ. അതുപോലെ തന്നെ ഒന്ന് വാങ്ങിയിട്ടുണ്ട്. മതിയടാ പോരെ, രസം ഉണ്ടാവും കാണാൻ. അത് മതി പറഞ്ഞപ്പോ പോരാന്നാണ് പറയാ. പൊളിച്ചില്ലേ? പൊളിച്ചു. കാണില്ലേ? മുന്നിൽ കാണില്ലേ? മുന്നിൽ കണ്ട് കണ്ട് ഇന്നത്തെ നടത്തം കൊണ്ട് ഈ നടത്താണ്. ഇളനീര് കഴിക്കാന്ന് കരുതി. ചൂടല്ലേ അല്ലേ? ചൂടാണ്. ഇളനീരല്ലേ? അതിന്റെ ടേസ്റ്റ് ഉണ്ട്. ഇളനീരിന്റെ ടേസ്റ്റ്. ഇത് നല്ല തണുപ്പുണ്ടോ? അതിങ്ങനെ ഇറങ്ങുമ്പോഴൊക്കെ ഉള്ള സുഖം എന്താ അറിയോ? അല്ലേ മയിൽ വാഹനമാണ്. ഈ വണ്ടിമ്മ കണ്ടെങ്കിൽ എത്ര നാളികേരം കൊണ്ട് നിൽക്കണ്. നാളികേരം ഉണ്ട്, കുക്കുള്ളാക്കണ്, വെട്ടി കൊടുക്ക്. ഏട്ടനെ നല്ല നോട്ടാ. TVS ഉണ്ടെങ്കിൽ എന്ത് നടക്കും, മനസ്സിലായോ? അതാണ് ഈ വണ്ടി കൊണ്ടുള്ള മെച്ചം. ഇത് എത്രയാണാവോ ഒന്നിന് അതറിയില്ല. എന്തായാലും വെള്ളം വാങ്ങിക്കൊണ്ട് കുടിക്കുവാണ്. കുടിച്ചോളൂ. കയമ്പുണ്ടാവും, കയമ്പ്. കയമ്പൊക്കെ ഏട്ടൻ തന്നെ എടുത്തു തരുന്നുണ്ട് കേട്ടോ. ഇല്ലേ നമുക്ക് അതിൻ്റെ അജ്ജും പുള്ളി എടുത്തു തരാം. ചൊരണ്ടേക്ക് ഇട്ട്. സൂപ്പർ, താങ്ക്സിനെ. അനക്കും വേണ്ടേ? നല്ല വെള്ളമുണ്ട് ഇതിലേ അല്ലേ? ഇത് നഷ്ടമല്ല, ഇത് ലാഭമാണ് ഫുള്ള്. വെള്ളാറണോ? അതല്ല എൻ്റെ മുറിച്ചണ്ടേന്ന് ചോദിച്ചേ. ഇനി വേണമെന്നല്ല, ഇത് വലിച്ചു കുടിച്ചിട്ട് ആ കൊടുക്കുക. എന്നിട്ട് വേണം മുറിച്ച് തരാം. അനക്ക് തിന്നണ്ടേ? തേങ്ങാച്ചോറ് എന്താ ഇതിന്റെ തൊണ്ട ഇതാ. അപ്പൊ എനക്ക് നുണയണില്ലേ ഞങ്ങൾ തിന്നുമ്പോ? ഒരു കവറ് എത്ര? 20 രൂപ അല്ല, ഇഷ്ടം നല്ല 30. ബ്ലേഡാ പാവങ്ങളാണ്. ഇവിടുത്തെ വില്ലേജിലെ ആളുകളാണ് അല്ലേ? ഒരു ഞങ്ങള് വണ്ടി നിർത്തിയപ്പോ തന്നെ പാഞ്ഞു വരും. അത് മധുരം ഉണ്ട് കേട്ടോ. സാധനം മധുരം ഉണ്ട്. വിശാഖപട്ടണല്ലേ?
ചെങ്ങന്മാരൊക്കെ ഞങ്ങൾ വിശാഖപട്ടണം എത്തിയിട്ടുണ്ട്. വിശാഖപട്ടണം അങ്ങനെ കാണിക്കാനേ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാല് ഈ ഹൈവേ വിശാഖപട്ടണത്തിൽ കൂടെ അല്ല പോകുന്നത്. നമ്മൾ വിശാഖപട്ടണത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ പോകേണ്ടതുണ്ട്. അതായത് റോഡ് മാറി പോകണം. സർവീസ് റോഡിനൊക്കെ പോയിട്ടൊക്കെ അങ്ങനെ പോവാം. അതുപോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരും വിശാഖപട്ടണം വരുമ്പോൾ പ്രധാനമായിട്ടും കയറുന്ന റോഡ് വരുന്നുള്ളൂ. നാട്ടിൽ നമ്മൾ ഈ ഹൈവേ തന്നെയാണല്ലോ വരിക. ഹൈവേന്ന് വന്നിട്ട് നമ്മളൊന്ന് ഇറങ്ങി പോവാണ് വിശാഖപട്ടണത്തേക്ക്. നമ്മൾ ഈ യാത്രയിൽ വിശാഖപട്ടണം ഏകദേശം 4 ദിവസം നിന്ന് കവർ ചെയ്തൊരു സ്ഥലമാണ്. വിശാഖപട്ടണത്തിലെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ മൊത്തത്തിൽ നമ്മൾ കവർ ചെയ്ത് വിസിറ്റ് ചെയ്തതാണ്. അപ്പൊ അതിനൊക്കെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവർക്ക് നോക്കാം. അതായത് ഒരു എപ്പിസോഡ് 10 ശേഷമായിട്ട് തോന്നുന്നത്. ഏതായാലും ഞങ്ങളുടെ ടാർഗറ്റ് പ്രകാരം വിശാഖപട്ടണത്തിൽ വന്നിട്ടായിരുന്നു. അതെത്തിയ സമയം എന്ന് പറയുന്നത് 11 മണിക്ക് നമ്മൾ വണ്ടി എടുത്ത് പിന്നെ ചോറിയിട്ട് കാര്യങ്ങൾ കഴിഞ്ഞപ്പോ ഇപ്പോ 3:26 1:26 അതിന്റെ ഇടയിൽ നമ്മൾ 2 വട്ടം വണ്ടി നിർത്തി. പിന്നെ ടോൾ പാസ അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കലും കുടിക്കല് ഒക്കെ എല്ലാം ചെയ്തിട്ടാണ് നമുക്ക് എന്നാലും 3:26 നമുക്ക് വിശാഖപട്ടണം എത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതൊരു സംഭവമാണ്. ഈ റോഡില് ഇടതടവില്ലാതെ കാര്യമായി ഇടതടവില്ലാതെ പോരാൻ പറ്റുന്നതുകൊണ്ടാണ് നമ്മൾക്ക് അത്ര പെട്ടെന്ന് എത്താൻ പറ്റുന്നത്. ഇതിനേക്കാൾ നല്ല വണ്ടിയൊക്കെ ആണെങ്കിൽ ഇതിനേക്കാൾ പെട്ടെന്ന് ഇതിനേക്കാൾ അരമണിക്കൂർ 1 മണിക്കൂർ മുന്നേ വിശാഖപട്ടണത്തേക്ക് എത്താൻ വേണ്ടി പറ്റും. 220 കിലോമീറ്റർ ഒന്നും ഒരു ദൂരമല്ല നമുക്ക് തോന്നിപ്പോകും. അതാണ് ഇവിടത്തെ റോഡിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഇത്രയും നല്ല റോഡുകൾ, ഇത്രയും അതിവേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന റോഡുകൾ എല്ലായിടത്തും രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളും രാജ്യത്തിന്റെ എല്ലാ പ്രധാന നഗരങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് വരണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. അല്ലാതെ അതന്നെ എന്റെ ആഗ്രഹം. എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തുകൂടെ മാറുന്നത് പോലെ ആണോ? അതായത് വിശാഖപട്ടണം പോകണമെങ്കിൽ ഇതിലൂടെ ഇറങ്ങിയാൽ മതി. ഈ റോട്ടിലോട്ട് ഇറങ്ങി കഴിഞ്ഞാല് നേരെ അതിലെങ്ങനെ സർക്കിൾ ചെയ്തിട്ട് അങ്ങനെ താഴത്തേക്കട് പോയ വിശാഖപട്ടണത്തിലുള്ള കൂടെ ഇതേപോലെ തന്നെ ഹൈവേ ആണ്. അതായത് മൊത്തത്തിൽ 4 ലൈൻ പാതയാണ്. ഡബിൾ ലൈൻ അടിപൊളിയാണ്. നല്ല വൃത്തിയുള്ള നഗരമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് വിശാഖപട്ടണം. അതുപോലെ തന്നെ നമ്മൾ അടുത്തായിട്ട് പോകാൻ പോകുന്നത് വിജയവാഡയിലേക്കാണ്. വിജയവാഡ അവിടേക്ക് ഇനി 300 ചില്ല കിലോമീറ്റർ ഉണ്ട്. 130 കിലോമീറ്ററോളുണ്ട്. അത് എത്തൂല. നമുക്ക് അവിടെ എല്ലാം സൈഡ് ആകും. നാളെ വിജയവാഡ ഇതെന്താണ് ഇത്? വാളം ടിപ്പുവിന്റെ അള്ളിയന്റെ വാളം ഉണ്ട്. സംഭവം കൊറേ നേരം പറഞ്ഞ വിശാഖപട്ടണം വിട്ടിട്ട് എത്രയോ ദൂരം പോകും. കുക്കുവിന്റെ ഒക്കെ കല്ലയക്കണെന്ന് പറഞ്ഞു. നമ്മൾ പോകുന്ന വഴിയാണ്. ഇങ്ങനെ ഇട്ടതാണ്. ഇവിടെ ചായ ഉണ്ട്. രണ്ട് വേണോ? 2 വേണോന്നാണോ ചോദിച്ചിട്ടുണ്ട്. വല്ല ഭാഷ നമുക്ക് തീരെ അറിയില്ലല്ലോ അല്ലേ? പൊക്കോട ഉണ്ട്. പരിപ്പുവട. ഇതെന്താ ഉള്ളിവടന്റെ ചില്ലിയോ? ഉള്ളിച്ചില്ലി പരിപ്പ് വട. സമൂസ വേറൊരു ഐറ്റം. സമൂസ പിന്നെ നമ്മളെ മറ്റേ സമൂസയാണ്. അത് സത്യം പറഞ്ഞാൽ ഈ കല്ലിനെ അവര് എന്താ പറയാ രാവിലെ ആരാധിക്കുകയൊക്കെ ചെയ്യും. എന്താ പൊക്കോട വന്നു അത് കാണിച്ചു കൊടുക്കടാ. എൻ്റെ കയ്യിൽ ചായ ഉണ്ട്, ക്യാമറ ഉണ്ട്. 1 പ്ലേറ്റ് ഇവിടുന്ന് അവിടെ പോയി ഇരിക്കേണ്ടത്. ഇത് ഏത് ഭാഷ? അവിടെ ഇരിക്കാൻ തരണ്ടേ? 1 പ്ലേറ്റ്. ഒരു പ്ലേറ്റ് വേണോ 2 വേണോ എന്നൊക്കെ ചോദിക്കണ്ടാവുന്നത്. 1 തന്നെ മതി. കണ്ണും മുറൊക്കെ പാടി സത്യം പറഞ്ഞ ഇന്നലത്തെ ഒരു നടത്തത്തിൻ്റെ ഉറക്കുണ്ടല്ലോ ഇങ്ങനെ വരുന്നത്. കുറച്ച് ചിക്കൻ കിട്ടുമോ നോക്കി. ചിക്കൻ കിട്ടാനൊരു മാർഗമല്ല. അല്ല പരസ്യാണതേ. കഴിച്ചു നോക്ക്, ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്താ അവസ്ഥ അറിയാലോ. പൊക്കോടെ നമ്മളെ നാട്ടിൽ നിന്ന് പോന്നിട്ട് ഇതുവരെ വെച്ചില്ലല്ലോ. നടക്കോ പടവിടോ? ചട്നി അടിപൊളി. പൊക്കോട പോഴ
ഇത് പിന്നെ ഇവരുടെ ഒരു എന്താ പറയാ വിശ്വാസത്തിന്റെ ഭാഗമാണ് അല്ലേടാ. ഇതിലൊക്കെ കോലം വരച്ചിട്ടുണ്ട്, ഇതിലൊക്കെ ഉണ്ട്. ഇതാ റോട്ടിലടക്കണ്ടേ. ചവുമ്പ വണ്ടി കയറ്റി നിർത്തുന്നതിലോ ചവിട്ടുന്നതിലോ ഒന്നും വലിയ പ്രശ്നമല്ല, കാരണം അവർ വണ്ടി കയറ്റി നിർത്തിയിട്ടുണ്ടല്ലോ. എന്നാ വാ കഴിഞ്ഞില്ലേ. ഓ ഒരുപാട് ദൂരം പോകണം, അതിൽ കുറച്ച് ദൂരം കൂടി പോകണം. ആന്ധ്രയിലും പെട്രോളിൻ്റെ വില 108.88. കറി വെക്കാൻ എന്തെങ്കിലും വേണം, അപ്പോൾ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ കുറച്ച് പെട്രോൾ അടിക്കണം, 2 റുപ്യൻ്റെ പെട്രോൾ അടിച്ചിടാം. കഴിഞ്ഞു, എണ്ണ പറ്റ കഴിഞ്ഞു. അപ്പോൾ അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്, ആ മാർക്കറ്റ് നമ്മൾ പോരുമ്പോൾ ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് കയറിയില്ല. അപ്പോൾ അവിടെ ഞാൻ തിരിച്ച് പോയിട്ട് നമ്മൾ കുറച്ച് ചിക്കനോ മീനോ, എൻ്റെ മീൻ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇവിടെ. ഇന്നലെ നമ്മൾ അയില വാങ്ങി വലിച്ചെറിഞ്ഞു. ഇന്നലെ നമ്മൾ അയില വാങ്ങിയിട്ട് ആ അയില നമ്മൾ പുലർച്ചെ 4 മണിയായിക്കായാലേ വീണ്ടും വണ്ടിയിലേക്ക് അപ്പോഴേക്ക് വണ്ടി നിറച്ച് മീൻ ചീഞ്ഞ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞോട് അടുത്ത് വലിച്ചെറിയാം, അങ്ങനെ വലിച്ചെറിഞ്ഞത്. ഇനിയിപ്പോൾ ഒന്ന് ഇവിടെ നിന്ന് കിട്ടും നോക്കാം, മീൻ തിന്നാനേ പൂതിയുണ്ട്. അയിലേ എന്തെങ്കിലുമൊക്കെ ഒന്ന് അയിലല്ലേ, അതാണ്. എവിടെയാണ് മാർക്കറ്റ്? ദൂരം പോകാം നമ്മളിപ്പോൾ. ഈ മരം കണ്ടോ? ഇവിടെ എന്താ വെച്ചാൽ പുറത്ത് ചിക്കൻ്റെ കട ഒന്നും കാണില്ല, 1.5 ഹൈവേ ഒഴിഞ്ഞ് അങ്ങനെ പോവല്ലേ. ഈ മരം കണ്ടു ഇവിടെ ഒന്നല്ലടാ, കുറച്ചങ്ങോട്ട് പോകണ്ട, കുറേ പോവാണ്. അവിടെയാണ് ഈ മാർക്കറ്റ്. എനിക്ക് ഓർമ്മ ഉണ്ടാ, ഇത് കുക്കൂന് ഓർമ്മല്ല, നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കയറിയിരുന്നൊരു മാർക്കറ്റാണത്. ആ ഒരു ഓർമ്മ അല്ല പറഞ്ഞതാ. ഓർമ്മ ഉണ്ട് കേൾക്കണില്ലേ, കാരണം നമ്മളന്ന് കയറിയപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ വമ്പൻ ജനമായിരുന്നു, അതുപോലെ തന്നെ നല്ല കച്ചവടമാണ്. പക്ഷേ ഇന്ന് ഈ മാർക്കറ്റിൽ വലിയ കച്ചവട കാര്യമൊന്നുമില്ല, ഇന്ന് അത്ര വലിയ ആളും ഇല്ല, അത്ര വലിയ എന്താ സ്റ്റാളുകളും ഇല്ല. നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്നൊന്ന് പോയി നോക്കാം, അതിൻ്റെ ഉള്ളിൽ കയറിയാൽ കാണാൻ വേണ്ടി പറ്റും. ഇതിവിടെ കണ്ടൊരു സംഭവമാണ്, ഒരു കെട്ടെടുത്താൽ ഏടത് പനല്ലേ, പനൻ്റെ തൂമ്പ്. എനിക്ക് ഞാൻ അങ്ങനത്തെ ഒരു സാധനം കണ്ടിരിക്കണത് അങ്ങനത്തെ ഒരു സാധനമാണ്. ഇതാണ്ട് അത് ഓല, അതെങ്ങനെ മുളച്ച് വരുമ്പോൾ ഉണ്ടാവണ സാധനം. എനിക്ക് കണ്ടിട്ട് തോന്നണില്ല, എനിക്ക് അങ്ങനെ തോന്നണേ. ഇതിവിടെ വേര് ഇതാണ്ട്, അത് പനൻ്റെ അതാ തൊലി. വിത്തിനാവില്ല, അത് കഴിക്കാനേ കയറാം. പനൻ്റെ എന്താ വലിയ തൂമ്പൊക്കെ നമ്മൾ കഴിക്കുമല്ലോ. നല്ല കരിമ്പാക്കണേ, കുറച്ച് കരിമ്പ് കൊണ്ടേക്കോ. നാട്ടിൽ ജ്യൂസ് തുടങ്ങാം, കരിമ്പ് ജ്യൂസ്, ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ട ഒരു സംഭവം കൊണ്ടത് അത് ആ ഭാഗത്തന്ന് എവിടെയോ കണ്ട, അവിടെ എവിടെ ആ സൈഡ് പോയി നോക്കിയാലോ. പച്ചക്കറിയിൽ എന്തെങ്കിലുമൊക്കെ വേണം നമുക്ക്. ഈ ഒരു പിടുത്തത്തിന് ഇത്ര റുപ്യ, 20 റുപ്യ കഴിക്കാറ്, 20-30 അങ്ങനെ ആയിരിക്കും ഇവരുടെ ഒരു കണക്കല്ലാതെ ഇവർ തൂക്കി കൊടുക്കുന്ന പരിപാടി വളരെ കുറവാണ് ഇത്തരം മാർക്കറ്റുകളിലൊക്കെ. നമ്മൾക്ക് വേണ്ട സാധനം എന്തെങ്കിലും തരത്തിലൊരു ഇറച്ചിയാണ്. ആടാ കപ്പയാണത്, ഇതാ അവിടെ ശരിക്കും കപ്പ, ഒറിജിനൽ കപ്പ. ചൂണ്ടണ്ടാട്ടാ, ചൂണ്ടിക്കഴിഞ്ഞാൽ അതെ അല്ല, അവർ വെറുതെ നമ്മൾ ക്ഷണിക്കും. എനിക്ക് അങ്ങനത്തെ ഒക്കെ ഒരു ഇടങ്ങേറാണ്, നമ്മൾ വാങ്ങൂല്ല വെറുതെ. അപ്പോൾ നമ്മളെ മുരിങ്ങ പോലെ തോന്നുന്നു വെച്ച് ഏത് അല്ലേ, അങ്കാമിൻ്റെ അതേപോലത്തെ കൊന്നിയാക്കിൻ്റെ ഒക്കെ മുരിങ്ങ. ഇതാക്കറ് ഉണക്കമീൻ ഉണ്ട്, ഉണക്കമീൻ വേണ്ട, ഉണക്കമീനോട് ഇൻട്രസ്റ്റ് ഇല്ല. സെറ്റാണ്, സ്റ്റാറായിക്കണ അറിയാം. കടൽ മീൻ തിരഞ്ഞു നടക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ അയില ഉണ്ട്, വലിയ വില കൊടുക്കേണ്ടി വരുമോ? അയില തന്നെ വാങ്ങല്ലേ? എങ്ങനെ വില വെച്ച് നോക്കാം? ഇത് 4 പോരാ നമുക്ക്? കിട്ടണേ വെച്ചോ, 100 റുപ്യ വാങ്ങല്ലേ? ഇന്നലെ ഇതേമാതിരി റേറ്റ്. കട്ട് ചെയ്തോളി. ഇനി എന്താ നമ്മൾ നോക്കണത്? പഴയ ചന്തയിലൊക്കെ പോയാൽ കാണുന്ന, അല്ലെങ്കിൽ പൂരപ്പറമ്പിലൊക്കെ പോയാൽ കാണുന്ന കരിവള മുതലായ എല്ലാം ഉണ്ട്. കുക്കുവിനെ ഇപ്പോൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവൻ കൊണ്ടുവന്ന് തരും നിങ്ങൾക്ക് കരിവള. ഒരു കരിവള കൊടുക്കാൻ ഒരാളുണ്ടോ? അതെ, കൈയുണ്ടോ? ഇതെന്തായിട്ട് കട്ട് ചെയ്യാത്തേ? കട്ട് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് അത് വാങ്ങിയിട്ട് വേണം പോവാ, എന്നിട്ട് കുക്ക് ചെയ്യാനുള്ള. അല്ലെങ്കിൽ വേണ്ടേ നമ്മൾ തന്നെ? വേണ്ട നമ്മൾ കട്ട് ചെയ്താൽ പോരെ? 20 റുപ്യ കൊടുക്കണ്ടിരുന്നതിനോട് ഒരു കട്ട് ചെയ്തോട്ടല്ലേ? കട്ട് ചെയ്തോട്ടെ.
ഡാ എനിക്ക് ഈ വെട്ടുന്ന ആളെ കണ്ടിട്ട് നമ്മൾ ആരെങ്കിലും പോലെ എനിക്ക് തോന്നുന്നുണ്ടോ? ആ എനിക്ക് അപ്പനെ പോലെ തോന്നുന്നുണ്ട്. ആ അല്ലാതെ പിന്നെ എങ്ങനെ നമ്മളാരെ പോലെ ആവശ്യം നമ്മളെ അടുത്ത് ആരല്ല ഓരോ വീഡിയോ എടുക്കാനേ വീഡിയോ എടുക്കണ്ട അല്ലേ? അപ്പൻ്റെ മേലെ അതായത് അപ്പനെന്ന് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ വല്യച്ഛനെ പോലെയൊക്കെ ചെറിയൊരു ഫീല് വരുന്നുണ്ട്. ശരിക്കും അപ്പൻ ഇതിനേക്കാൾ കുറച്ചുകൂടി ആരോഗ്യമുള്ള പോലെയുള്ള മുടിയൊക്കെ നരച്ചിട്ട് നല്ല. ഇതും ഒരു അപ്പനാണ്. നമ്മുടെ മീൻ 1-2 കഷ്ണമാക്കിയിട്ട് മുറിച്ച് തന്നിട്ടുണ്ട്. പോലെ മീൻ റെഡി. ഇന്നലെ വാങ്ങിയായില്ല വലിച്ചെറിഞ്ഞ ദണ്ണത്തിൽ ആ ഒരു സങ്കടത്തിൽ വളരെയധികം സങ്കടം ഉണ്ടാക്കി വെച്ചില്ല. കാരണം എന്താ വെച്ചാൽ മീനില്ല, നമ്മൾ നമുക്ക് വാങ്ങിയ മീനാണ്. ഞങ്ങൾ ഇന്നും വാങ്ങിയിട്ടുണ്ട്. ഇനി ഇത് കറിയാക്കാൻ വേണ്ടി പറ്റിയാൽ മതിയായിരുന്നു. നോക്കുകയാണ് 2 ഭാഗത്തും, ഒന്ന് ഇവിടെ നോക്കുന്നുണ്ട്, ഒന്ന് ഇപ്പുറത്ത് നോക്കുന്നുണ്ട്. എവിടെയെങ്കിലൊക്കെ കിട്ടിയാൽ ടൈം എടുക്കും എന്തായാലും പറയാം. മീനൊക്കെ കുക്ക് ചെയ്യാനുള്ളതല്ലേ. പിന്നെ അത് മാത്രമല്ല ഇന്നലത്തെ ക്ഷീണമുണ്ട്. നേരത്തെ സൈഡാക്കുകയാണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ സൗത്തല്ലേ, സൗത്തിൽ ഇപ്പോൾ 6:11 നമ്മൾ വെളിച്ചമുണ്ട്. ലൈറ്റ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാലും എല്ലാവരും ലൈറ്റ് ഇട്ടേ ഓടുള്ളൂ. നമ്മൾ ലൈറ്റൊക്കെ കിട്ടണേ സ്ഥലം കിട്ടണം കേട്ടോ. ഇന്നത്തെ കിടത്തം മിക്കവാറും HEP പെട്രോൾ പമ്പിൻ്റെ ഈ മതിലിന് ചാരി ഇവിടെ എവിടെയെല്ലായിരിക്കും. ഞങ്ങൾ കുറച്ച് ഇപ്പുറത്തേക്കായിട്ട് ഇട്ടിട്ട് നമ്മളുടെ കുക്കിംഗ് ആരംഭിക്കാമെന്ന് കരുതി. കുക്കിങ്ങിന് വേണ്ടിയിട്ട് വെള്ളമൊക്കെ നമ്മുടെ പാത്രങ്ങൾ കഴുകാൻ. ഇത് കഴുകാനല്ലേ? കഴുകാൻ, രണ്ടും കഴുകാൻ. ആ ചട്ടിയും കൂടി എടുത്താൽ അതും കഴുകുണ്ടാവും. അതിൽ വെളിച്ചെണ്ണയിൽ ചട്ടിയിലോ ഉപ്പേരി വെച്ചതിൻ്റെ ഉപ്പേരി വെച്ചില്ല നമ്മൾ കഴുകാനോ. കുറച്ച് ഇവിടെ ചെയ്യുക. ണ്ട് ഇത് ഇന്നലത്തെ കറിയാണ്. വള്ളം നീട്ടിയ കറി ഉണ്ടാക്കിയിട്ടേ 4-10 കഴിക്കാനുള്ള കറി ഉണ്ടാക്കി 2 ഇതൊക്കെ എന്തൊരു അടങ്ങാറ്. ഇങ്ങനെ സാധനം കളയാനും തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത കേട്ട ചെയ്യണ. അളവില്ലാത്ത ആൾക്കാരെ. നമ്മളുടെ മീൻകറി വെക്കാൻ വേണ്ടി പോവാണ്. മീൻകറി വെക്കണമെങ്കിൽ സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് ക്ലിയർ ആക്കണം. ഇപ്പം നമ്മളുടെ പലചരക്കൊക്കെ ഇതിൻ്റെ അടിയിലാക്കിയാണ്. അതുകൊണ്ട് തന്നെ ചില നേരത്തെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേങ്കിൽ ചോറ് എടുക്കാൻ, ചോറ് ആ സൈഡിൽ നോക്കിയപ്പോൾ ഒരാൾക്ക് തന്നെ എടുക്കാൻ വേണ്ടി പറ്റും. കട്ടിംഗ് ബോർഡ്, 1 തക്കാളി, 1.5 ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് പച്ചയൊക്കെ മാറി ചോപ്പായിരുന്നു. ഇഞ്ചി മതിയാവും. ഇത് ഫ്രഷ് ആണെന്ന് തോന്നിക്കാന്ന് തോന്നുന്നു. ഇതിൻ്റെ അപ്പം ഞെട്ടി ഉണ്ടാവും. ഇവിടുത്തെ ഓരോ തക്കാളി രസമാണ്. നമ്മളിവിടെ ഇങ്ങനെ കുക്ക് ചെയ്യാണല്ലോ. അപ്പം നമ്മളെ തമിഴ്നാട്ടിലത്തെ കുറച്ച് ഏട്ടന്മാരെ ഒരു കൽക്കട്ടയ്ക്ക് പോവാണ്, ഡ്രൈവർമാരനെ. അതിലൊരാൾക്ക് പനിയാണ്. അപ്പം നമ്മളൊരു 4 ഗുളികയും കൊടുത്തു, 4 ആൾക്ക് 4 ചായയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചായ കുറച്ചുകൂടി ഉണ്ടാക്കേണ്ടി വരും നാളേക്ക് കേട്ടോ.
ഓർക്ക് ഇഞ്ചി ചായ ഉണ്ടാക്കി കൊടുത്തത്. കാരണം ചായക്ക് ജലദോഷം ഉണ്ട്, എനിക്കുണ്ട് ജലദോഷം. ഞാൻ വലിക്കണ്ട് ഈ സൗത്തേക്ക് കയറിയപ്പോൾ കാലാവസ്ഥയിൽ എന്താ അറിയില്ല, ആ കാറ്റുകൊണ്ടാ തോന്നുന്നു ജലദോഷം പിടിച്ച്. അതിന് കഴുകി വെള്ളമാണ് തിളക്കണേ, അതിൽ കിട്ടട്ടാ. മേഘാലയയിൽ നിന്നും നമ്മളുടെ ആൻ്റണി ചായൻ തന്നിട്ടുള്ള പുളിയാണ്. ഈ യാത്രയിൽ നമ്മൾക്ക് മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലവട്ടം ഉപയോഗിച്ച സാധനമാണ്. ഇപ്പോഴും കുറച്ചുകൂടി ബാക്കിയുണ്ട്. ഇനി വീട്ടിൽ മീൻ കറി വെക്കണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. പുളിയല്ലേ, അങ്ങനെ കേട് വരില്ലല്ലോ. നല്ല സാധനമാണ്. അപ്പോൾ അതിപ്പോൾ ഉണ്ട് അറിയാം. 4 മീൻ പറഞ്ഞപ്പോൾ 5 ഇട്ടാ ആണോ നമ്മളായില്ല. 4 അതായത് 100 റുപ്യക്കിൻ്റെ മീനാട്ടത്. 100 റുപ്യൻ്റെ 100 റുപ്യക്ക് 4 അവിടെ വെച്ചിരുന്നത്. 5 തന്നു എന്നാണ് കുക്ക് പറയണത്. എന്തോ ഞാൻ കട്ട് ചെയ്തപ്പോൾ അത്ര ശ്രദ്ധിച്ചില്ല, വീഡിയോ എടുക്കണ തിരക്കിലായതുകൊണ്ട്. അല്ലേ ആദ്യം കട്ട് ചെയ്തേ ഉള്ളേ, ആ തൂക്കി അയാൾക്ക് കൊടുത്തപ്പോ വേറെ 4 കൊടുത്തെങ്കിൽ ഒന്നും കൂടി കൊടുത്തത്. പാവങ്ങളല്ല, നമ്മളെ അക്കന്മാരാണ്, നമ്മളെ കുട്ടികളെ മാരി തന്നെയാടാ പറഞ്ഞാൽ കൊടുത്തേക്കാരേ. കാര്യാക്കണ്ട. നമ്മൾ തന്നെ നമുക്ക് നമ്മളെ അപ്പനെ പോലെ തോന്നിയില്ലേ? പറഞ്ഞില്ലേ ഞങ്ങൾ എടുക്കണോ, ഞങ്ങൾ എടുക്കി വീഡിയോ എടുക്കാൻ പറഞ്ഞില്ലേ? നമ്മളെ വെളിച്ചെണ്ണ കഴിഞ്ഞു പോയി. ഇത്രയും കൂടി ഉള്ളൂ. 2 ദിവസം കൂടി കുക്ക് ചെയ്യാല്ലേ? 2 ദിവസം ഇപ്പൊ കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പരിപാടി അവസാനിച്ചില്ലേ ഏതാണ്ടൊക്കെ. കരുവേപ്പില നോക്കിയില്ല നമ്മള്. കറിവേപ്പില ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ആ കാണുന്ന കൊന്തക്കാടാക്കണ അത് ചോദിച്ചോ, കാണുന്നില്ല. ഞാൻ എന്നോട് ബിരിയാണി അറിഞ്ഞത് ആ പമ്പിലേ ചിലപ്പോൾ കറിവേപ്പിലാവാം. ഇത് സൗത്തല്ലേ, ഇവിടെ എന്തായാലും കിട്ടുമല്ലോ. ഇത് ഇഞ്ചൊന്നും നമ്മൾ കുത്തി ചാച്ചിട്ടില്ല. ചതക്കാത്തൊരു വെപ്പം അത് അല്ലേ? ചതക്കണ്ട. വെളുത്തുള്ളിയൊക്കെ ഇതിലുണ്ട് കേട്ടാ. വെളുത്തുള്ളി ഇഞ്ചി ഉണ്ട് അതില്. വെളുത്തുള്ളി ഇഞ്ചി മുളകും. ഉള്ളി അത്യാവശ്യം പാടിയില്ലേ? ഈ തക്കാളി തന്നെ വാടാൻ കുറച്ച് ടൈം കൊടുക്കും. ഇത് മറ്റേ ഒരുമാതിരി തക്കാളിയാണ്, ഒരു ഉണ്ട തക്കാളി. മുളക് ആയിക്കോട്ടെ അല്ലേ? മീൻകറിയൊക്കെ അല്ലേ? തരില്ല എന്ന് പറയും. ഇവന് ഇന്നേക്കാൾ മുളക് വേണോ ഓന്? അവിടെയാണ് പ്രശ്നം. ഞാൻ ചില ദിവസമൊക്കെ എരു തിന്നിട്ട് മൂക്കിങ്ങനെ വേറെ വലിച്ചല. ഓനൊരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ഈ മുളക് കൂടുതൽ ഇടണ്ടാണ്ട് കാര്യമില്ല. ചെങ്ങായിക്ക് മുളക് വേണം, ഓൻ പിന്നെ ഇട്ടു. അതാണല്ലോ ഇപ്പം. ഞാൻ അതും മഞ്ഞളാണ് ഇത്. നേരത്തെ കുറച്ച് ഇട്ടായിരുന്നു, നാലിപ്പോൾ കുറച്ച് ഇടാം. പൊളി. വാടാച്ചി ആകാക്കട്ടെ. നല്ല ശരിക്കും അവിടെ ഏത് സെറ്റ് കഥ. ഇന്നത്തെ ആകെ ഇടങ്ങറായി. നല്ല ഫ്രഷ് ആയിട്ട് നമ്മളാ കണ്ട പുഴയല്ലേ, ആ പുഴയെന്ന് പിടിച്ചിട്ട് ആ ലവര് പിടിക്കുന്നതാണോ അത്? മനസ്സിലായോ? വെള്ളം മതിയോ? മറ്റേ കറിയാക്കണ്ടല്ലോ, കുറച്ച് ഗ്രേവി പോലെ. വേണമെങ്കിൽ വെള്ളം പിടിച്ചിട്ട് വേണമെങ്കിൽ ഒഴിച്ചാൽ. ഞാൻ തിളക്കട്ടെ എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളച്ചില്ലേ? വേണ്ടി വരാവോ വെള്ളം? അത്യാവശ്യം വലിയ വലിയ അയിലാണത്. കണ്ടിട്ട് വേണം അല്ലേ? കുറച്ച് വെള്ളം ഒഴിക്കാം അല്ലേ? പിന്നെ തിളച്ചാണ്ട് കുറച്ച് കുറയും പോലെ. അഭിപ്രായത്തിൽ ഇപ്പൊ ഇത് മതി എന്നാണ് വെള്ളം. ഉണ്ടാക്കാം. കുറച്ച് ഗ്രേവി ആയിട്ട് ഇങ്ങനല്ലേ വേണ്ടേ? ഓക്കെ. വെളുത്തോണ്ടാണല്ലോ ഇന്നത്തെ കറി. നോക്കണ്ട, ജലദോഷം പിടിച്ചങ്ങന്മാരെ
ഇനിയിപ്പോൾ എന്താ വെച്ചാൽ സിട്രസിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് അടിച്ച് കയറ്റണം ചോറിനായിട്ട്, നല്ല നടക്കുള്ള പരിപാടി. അതേ ലുക്ക് നീ തീർക്കും ടെസ്റ്റ് ചെയ്യും. എന്താ അവസ്ഥ അറിയാലോ കറി. എരുചി നേരത്തെ കുറവാണെന്നല്ല പറഞ്ഞത്, എനിക്ക് എത്ര എരു തികയിലില്ല, അത് വേറെ കേസ്. കാര്യം പറയണം, ഇത് ചിലപ്പോൾ വീഡിയോയിൽ രസം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയല്ല. മുള്ളൊക്കെ എടുത്തിട്ട് ആ കൊല്ലി കുടുങ്ങിയ പിന്നെ അതുകൊണ്ടും കഴിഞ്ഞു. തൊണ്ടവേദന അല്ലെങ്കിൽ തന്നെ പാകത്തിന്. ആ ഒറിജിനലാ അങ്ങനെ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് കിടക്കാം. ചെങ്ങന്മാരാ, ഞങ്ങൾ ഇവിടെ അങ്ങനെ ഈ പറഞ്ഞ പോലെ പമ്പിൻ്റെ അടുത്ത് കിടക്കാം. അത് ഇവിടെ കാരം കിടക്കാം. എന്താണല്ലോ സൗത്തിൽ കയറിയപ്പോഴത്തേ തന്നെ ജലദോഷം പിടിച്ച് മൂക്ക കമ്പിയുണ്ട്. പിന്നെ ഇന്നലെ മഞ്ഞും കൊണ്ടല്ലേ ആകെ ക്ഷീണം. അഞ്ചും കാലൊക്കെ നിർത്തി ശരിക്കൊന്നുകൂടി ഉറങ്ങട്ടെ. രാവിലെ നേരത്തെ നീക്കണം, യാത്ര ആരംഭിക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നാളെ. അതെ, നാളെയൊക്കെ നാളെ അല്ലേ. അയിലക്കറിയും കൂട്ടി ചോറും തിന്നു. അയില പൊളിയായി, പക്ഷെ ഇന്നലെ ഇടങ്ങേറ് അയില പോയത്. അയില പോയി. പോട്ടെ പോട്ടെ. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീണ്ടും നാളെ വരാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.